പ്രിയപ്പെട്ട മോനുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാൻ മാസം തന്നെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കണം. 21-കാരിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. അസ്തഗ്ഫിറുല്ലാഹ് അലീം. കാസർഗോഡ് നെല്ലിക്കട്ട സ്വദേശിയായ റസാഖാണ് ഈ യുവതിയെ മുത്തലാഖ് ചൊല്ലിയത്. ഫെബ്രുവരി 21-നാണ് യുഎയിൽ ജോലി ചെയ്യുന്ന അബ്ദുൽ റസാഖ് ഇവന്റെ ഭാര്യയുടെ പിതാവിന് മുത്തലാഖ് സന്ദേശം വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തത്. ഭാര്യയുടെ പിതാവിന്. കല്ലൂരാവി സ്വദേശിനിയാണ് ഈ ഒരു പരാതിയുമായി രംഗത്തെത്തിയത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ഈ യുവതി പറയുന്നു. ഭർത്താവിൻ്റെ മാതാവും സഹോദരനും നിരന്തരം പീഡിപ്പിക്കുകയും മുത്തലാഖ് ചൊല്ലണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമത്രേ. സ്ത്രീധനമായി ഈ റസാഖ് 50 പവൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇവന് വിവാഹത്തിൻ്റെ അന്ന് 20 പവനെ ഇവർക്ക് കൊടുക്കാൻ പറ്റിയുള്ളൂ. സ്ത്രീധനം കുറഞ്ഞതോടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അതിക്രൂരമായ പീഡനങ്ങൾ നേരിട്ടതായും ഈ യുവതി പറയുന്നു. അതുമാത്രമല്ല, ഭക്ഷണമില്ലാതെ മുറിയിൽ പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തുകയും തുടർച്ചയായി മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതായി യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു. അതുമാത്രമല്ല, 12 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തു എന്നും ഈ പെൺകുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അന്വേഷണത്തിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ആ പെൺകുട്ടിയെ പടച്ച റബ്ബ് കാക്കട്ടെ. ഇതുപോലുള്ള അവസ്ഥകൾ വരുമ്പോൾ പെൺകുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പല മരണങ്ങളും ഈ അടുത്തായി നമുക്ക് കേൾക്കാൻ പറ്റിയത്. മാനസികമായി തളർന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആ പെൺകുട്ടിയുടെ കൂടെ തന്നെ നിൽക്കുക. ആ പെൺകുട്ടിക്ക് ശക്തി പകർന്നു കൊടുക്കുക. മാനസികമായി തളരാതെ നോക്കുക. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരിൽ നിന്നും പടച്ച റബ്ബ് രക്ഷിച്ചു എന്ന് ഓർത്ത് മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ എന്ന് പറയുക. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.